So welcome back guys with Ark Survival Series episode number 4. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണാതൊരു പോയി നമ്മൾ പാരാസോറസിനെ ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളുണ്ട്, അതൊന്ന് കാണിച്ചു തരാം ഫസ്റ്റ്. പിന്നെ നമ്മളെ ഇന്നത്തെ ഗോളും കാര്യങ്ങളും പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ 2 ഡൈലോഫോസോറസിനെ ടൈം ചെയ്തിട്ടുണ്ട്. ലെവലപ്പായിട്ടുണ്ട്, 2 ലെവൽ കയറിയിട്ടുണ്ട്. ഓക്കെ, 2 കൂടി ഉണ്ടായിരുന്നു, 2 ഡെഡായി പോയി, വേറെ ഡൈനോസർ വന്ന് അടിച്ചിട്ടു. പിന്നെ ഇതാണ് നമ്മൾ അപ്പം ടൈം ചെയ്ത പാരാസോറസ്. ഇതല്ല, ഇത് ഞാൻ മറ്റേ പേര് മാറ്റാൻ വേണ്ടി വെച്ചപ്പം നോർമൽ പേരുണ്ടായി, പാരാസോറസ് എന്നായി. പിന്നെ നമ്മളൊരു ടെറാഡോൺ എന്തേലൊക്കെ ആവട്ടെ, എന്നാലും പറക്കുന്ന ഡൈനോസർ അങ്ങനെ പറയാം. അതിനെ നമ്മൾ ടൈം ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇതാണ് നമ്മുടെ മറ്റേ, നമ്മൾ പേര് മാറ്റിയായിരുന്നു, ലൂസിന്നാക്കി. അതിനത് പാടുന്നു കേട്ടോ. അതാണോ? അതല്ല, നമ്മൾ അതിൻ്റെ സാഡിലെടുത്ത് ഇതിനിട്ടതാണ്. നമ്മൾ പുതിയ കിട്ടിയപ്പോൾ സാഡിൽ ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ ലെവലുണ്ടല്ലേ 28 ഗൈസ്. സോ നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ ഒരു ട്രൈക്കിനെ പിടിക്കണം. ട്രൈക്കിനെ പിടിക്കാൻ ഇനി വേണ്ടത് ഇത് കുറച്ച് ക്രാഫ്റ്റാണ്. അപ്പൊ അതൊന്ന് ക്രാഫ്റ്റ് ആകട്ടെ. ഈ എപ്പിസോഡിൽ ട്രൈക്കിനെ പിടിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ഗൈസ്. ഈ ഇവിടേക്ക് ഇങ്ങനെ ഇപ്പൊ അവിടെ ചെയ്ത പോലെ കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് താഴോട്ട് ഇതുപോലെ സ്റ്റെപ്പ് വെക്കണം. ഞാനൊരു യൂട്യൂബറോടെ കണ്ടായിരുന്നപ്പോൾ അതിന് നമ്മൾ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ചെയ്യാണ് ഗൈസ്. ഓക്കെ, നമുക്ക് വിശക്കുന്നുണ്ട്, അതാണ് കിടക്കാൻ കഴിയാത്ത. ഫുഡില്ല. ഫുഡ് ക്യാമ്പ് ഫയറിൽ ഉണ്ടോ നോക്കട്ടെ. ഇതിൽ കാണുന്നില്ല. ക്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയത്തില്ല മര്യാദക്ക്. ഓക്കെ, ഇതിലുണ്ട്. ഡ്രിങ്കിന്റെ വാട്ടറിന്റെ അവസ്ഥ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ നേരെ വെളുത്തിട്ടുണ്ട് ഗൈസ്. വെള്ളമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മളതിനെ ഡൈനോസറിനായിട്ട് കൊണ്ടുപോവാം. ഇപ്പൊ എന്റെ പുറത്ത് കയറിയിട്ട് വെള്ളം കുടിക്കില്ല, ലെവലപ്പായിട്ടുണ്ട്. നമുക്ക് ഇനി ഇവനെ കൂട്ടേണ്ടത് മൂവ്മെന്റ് സ്പീഡാണ്. മൂവ്മെന്റ് സ്പീഡ് 200 വരെയാണ് മാത്രം. ഡീറ്റെയിൽ ഒക്കെ നോക്കി ഗൈസ്. ഗെയിം ഇതിന്റെ ഓരോ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മൂവ്മെന്റ് സ്പീഡ് കൂട്ടിയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. പിന്നെ ഓൾറെഡി സ്റ്റാമിന കൂടുതലാണ് ഇതിന്റെ, നല്ല സ്റ്റാമിന ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ എനിക്ക് റാപ്റ്ററിനെ കിട്ടിയായിരുന്നു. ഞാൻ മാറിയായിട്ട് നമ്മളെ ആരോ മാറി അടിച്ചു ഗൈസ്, അതിന് ഡെഡായി. അതാണ് ഉണ്ടായത്. 2 റാപ്റ്റർ ഉണ്ടായിരുന്നു, 2നും ഇതേപോലെ ഞാൻ അടിച്ചിട്ട്. ഞാൻ ഫസ്റ്റ് കരുതി നമ്മളെ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ അതിൽ കിട്ടിയില്ലല്ലേ. ഡൈലോഫോസോറസ് ആണ്. കൊന്ന് ഗൈസ്. വെറുതെ ഡൈലോഫോസോറസ് തന്നെയാണത്. അല്ലല്ലേ, ഇത് ഡൈലോ അല്ല, വേറെ ഏതോ ഡൈനോസറാണ് ഗൈസ്. എനിവേ, നമുക്ക് ഇനി ചെയ്യാനുള്ളത് കാര്യങ്ങൾ പറയുമ്പോൾ
ഇവിടെ നമ്മൾ ട്രാപ്പ് ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഡൈനോസറെ കാട്ടുന്നില്ലായിരുന്നു. അതിനെ നമ്മൾ പിടിച്ച് ടൈം ചെയ്യാൻ നോക്കി, പക്ഷെ ടൈം ആവുന്നില്ല. കാരണം കുറച്ച് ഹൈ ക്ലാസ് ഡൈനോസറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ട്രാപ്പ് ഉണ്ടാക്കിയത്. ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ഒരു യൂട്യൂബറുടെ വീഡിയോ ഉണ്ടതാണ്. ഇതിൽ നമ്മൾ ആ ഡൈനോസറെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. അതായത് അടിച്ചിട്ട് നമ്മൾ വൈത്തല വരുമ്പോൾ കൊണ്ടുവരും. നേരെ ഇതിൽ പോവും, അതവിടെ കുടുങ്ങി വെക്കും. നമ്മളെ ആ നെക്കോട്ടിനുണ്ടാക്കിയ ഇതുണ്ടല്ലോ, അതിൻ്റെ പേര് ആരൻ്റെ പേരെന്തായിരുന്നു, ട്രങ്കാരം. ആ ട്രങ്കാരം എടുത്ത് അവനെ അടിക്കും. അപ്പോൾ അവന് കോൺഷ്യസ് ആയിട്ട് പോകും, അൺകോൺഷ്യസ് ആയിട്ട് പോകും. നമ്മൾ നേരെ അവനെ കൊണ്ടുപോകും. വുഡ് കുറച്ച് കളക്ട് ചെയ്യണം ഗൈസ്. നമ്മൾ ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടോ നോക്കട്ടെ. ഇത് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ആക്കാം. കാരണം അപ്പുറത്തെ ഐലൻഡിൽ നമ്മൾ സെറ്റ് ആക്കാണ്ട് ഇതിൽ വുഡും വേണം, താച്ചും വേണം, ഫൈബറും വേണം. ഫൈബർ എളുപ്പമാണ് ഗൈസ്, ഫൈബർ ഇട്ട പണിയില്ല. ഐ തിങ്ക് ഇങ്ങനത്തെ ചെറിയ മരം അടിച്ചിട്ടിട്ട് കാര്യമില്ല. നമുക്ക് നല്ല മരം കൊണ്ടുപോയിട്ട് അടിച്ചിടാം. അതുകൊണ്ട് ലെവൽ എത്ര നോക്കട്ടെ. നല്ല ലെവലിൽ നമുക്ക് ഇപ്പോൾ ടൈം ചെയ്യാം. 2 കൈസ്, 2 കിട്ടിയിട്ട് കാര്യമില്ല. ഓൾറെഡി നമ്മളിലൊന്നും ഉണ്ടല്ലോ, അപ്പോൾ 2 കുറഞ്ഞ ലെവൽ കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ഈ എപ്പിസോഡിൽ നിങ്ങൾ ഡൈനോസർ ടൈം ചെയ്യുമ്പോൾ അടുത്ത ഡൈനോസറിൻ്റെ ടൈം, ഞാൻ ഡൈലോമോസോറസിൻ്റെ കുറേ ടൈം ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ടൈം ചെയ്യുമ്പോൾ അതിൻ്റെ പേരെന്താ വേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതേപോലെ നമുക്ക് പേരിടാം. ഇത് വെച്ചിട്ട് അടിച്ചിട്ട് നമുക്കിത് കിട്ടുന്നില്ല, വുഡ് കിട്ടുന്നില്ല. വുഡ് കുറവാണ്. ഇതുപോലെ താച്ച് കളക്ട് ചെയ്യാൻ നല്ലതാണ്. അതല്ലാതെ വുഡിനൊക്കെ പറ്റത്തില്ല. താച്ച് ഇതിനോട് കളക്ട് ചെയ്യാം. വുഡ് കിട്ടുന്നില്ല. ഓൾസോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അതായത് നമ്മളെ ആർമർ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അപ്ഗ്രേഡ് ആക്കണം. വുഡ് കുറച്ച് അവിടെ വീട്ടിലുണ്ട് അല്ലേ, വീട്ടിൽ പോയേക്കാം. താച്ചായിരുന്നില്ല. ഇത് നമ്മളെ നേരത്തെ ഡെഡായിരുന്നു ഒരട്ടം. അതിൻ്റെ ലൂട്ട് ബോക്സ് ആണ്. ടീസ്പൂണേ പോകുന്നില്ല, അങ്ങ് കിടക്കുകയാണ്. പിന്നെ കുറച്ച് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമൊക്കെ പതുക്കെ ചെയ്യാന്ന് കരുതി. കാരണം ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് ചെയ്യാം. കാരണം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പുതിയ പുതിയ ഡൈനോസറെ കാണാണ്. ഇപ്പം കാണുന്ന ഡൈനോസേഴ്സിനല്ല. ഇത് നമ്മളെ ഈസി ആയിട്ടുള്ള ഐലൻഡാണിത്. കൂട്ടത്തിലായിട്ട് ഈസി ആയിട്ടുള്ള ഐലൻഡാണിത്. അപ്പം പുതിയ ഡൈനോസർമാരെ കാണുമ്പോൾ അവന്മാർ കുറച്ച് അഗ്രസീവ് ആയിരിക്കും. ഇപ്പം കാണുന്ന പോലെയല്ല കാര്യങ്ങൾ. ഹെൽത്ത് കൂട്ടായ്മൻ്റെ അവന്മാരെ നമുക്ക് ഹണ്ടിങ്ങിന് കൊണ്ടുപോകാനുള്ളതാണ്. ഓക്കെ, താച്ച അവൻ്റെ ഒന്നും എടുത്തില്ലല്ലേ. ഉള്ള ഫുഡ് കൊടുക്കാം. ബെറീസ് അവിടെ നിന്നോട്ടെ, അവൻ ആവശ്യം അവന് കഴിച്ചോളൂ. ഓക്കെ, ഇതിൽ ഫുഡ് ഉണ്ടോ തോന്നണം. ഇല്ല, ഇതിൽ ഫുഡ് ഉണ്ട്. ഫൈബർ ഉണ്ട് ഇതിൽ. നമുക്ക് 2 പൗണ്ടായിട്ട് 3 വാളും പിന്നെ ഒരു ഡോർ ഫ്രെയിമും വേണം. ഓക്കെ, ഇത് ഇഷ്ടം പോലെ കിട്ടും. രണ്ട് വാള് മതി. 3 വാള് വേണമല്ലേ. പിന്നെ അതിനെന്താ കുറവുള്ള നോക്കട്ടെ. വുഡ് തന്നെ അല്ലേ, വുഡ്. ഇതൊന്നും ഉണ്ടാക്കണം. ഒരു ഡോർ ഫ്രെയിം, ഒരു സ്റ്റെപ്പും കൂടി ക്രാഫ്റ്റ് ആക്കില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് കയറാമല്ലോ.
അവന്മാർക്ക് പെട്ടെന്ന് കയറാം. വലിയ ഇഷ്യൂ ഉണ്ടാവില്ല തോന്നുന്നു. സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇവന്മാരെ ഹണ്ട് ചെയ്യാൻ പോവാം. ചെറിയ ടെൻഷനുണ്ട്, കാരണം ചെയ്തോടത്തോളം പാളിയിട്ടേ ഉള്ളൂ. ട്രൈക്കിനെ പിടിക്കാൻ കൊടുത്തിട്ടോ, ബാക്കിയൊക്കെ ഓക്കെ. സ്ട്രൈക്ക് ടൈം ആവാൻ ടാസ്ക്കാണ്. അവൻ്റെ കയ്യിൽ ബെറിയുണ്ട്. നമുക്ക് ഈ ട്രൈക്കിനെ ടൈം ആക്കാൻ ഈ ബെറിയാണ് വേണ്ടത്. ഇതാകെ എട്ടല്ലേ ഉള്ളൂ, പോരാ. നമുക്ക് അവനോട് കുറച്ചും കൂടി കളക്ട് ചെയ്യിപ്പിക്കാം. ഐ തിങ്ക് അവിടെ മോളുണ്ടാവും, ജസ്റ്റ് കാണേണ്ടിയാണ്. ഇതിൽ കാണുന്നില്ല. അത് എല്ലാ ഉണ്ട്. എല്ലാ ബെറീസ് എന്നുള്ള ഡൈനോസറിനും ഈ ബെറിയാണ് ബെസ്റ്റ്. ഗെയിം കളിക്കേണ്ട ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ ഗൂഗിൾ ചെയ്താണ്. ഞാൻ മറ്റേ ഡൈനോസർ ടൈം ആയിട്ടില്ലാന്ന്. അപ്പം എന്തുകൊണ്ട് ടൈം ആയില്ല എന്ന് ചോദിച്ചപ്പോൾ നോക്കിയപ്പം അത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ലെവലും കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് അത് കുറച്ച് ഹൈ ക്ലാസ് ഡൈനോസറാണ്, മനസ്സിലായില്ലേ? അപ്പം അതിനെ വെച്ച് ടൈം ചെയ്യാന്ന് പറയുമ്പം അപ്പം എനിക്ക് 40 സംതിങ് ലെവലുള്ളത്. ഇപ്പം ആ ഡൈനോസർ കിട്ടിയേക്കാണ് നമുക്ക് ടൈം ചെയ്യാം. കാരണം ഇപ്പം എനിക്ക് 60ൻ്റെ അടുത്ത് ലെവലുണ്ട്, പ്രശ്നമല്ല. മറ്റേത് എനിക്കപ്പം ലെവല് തീരെ ഇല്ലായിരുന്നു. ഓക്കെ, ഏതായാലും ഈ ഐലൻഡിൽ ട്രാപ്പ് ഉണ്ട്, അവിടെ ഒരു ട്രാപ്പ് കൂടി ഉണ്ടാക്കാം. അവിടെ നല്ല ലെവലുള്ള ട്രൈക്ക് ഉണ്ടായേക്കാണെങ്കിൽ ലാഭമായിരുന്നു ഗൈസ്. ഇതാണല്ലോ ഫസ്റ്റ് പേഴ്സൺ പോരാ ഗൈസ്. ഇതാ നല്ലത്. ഡൈനോനെ ഓടിക്കുമ്പോ അതാ നല്ലത്. അവിടെ ഒരു ട്രൈക്ക് കാണുന്നുണ്ട്. നമുക്ക് വേർഡായിട്ട് ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഒരു ഫൗണ്ടേഷനും കൂടി വേണം. ഇനി എന്തൊക്കെ വേണം ഇതിന്? 80 വുഡ്, 20 താച്ച്. 80 വുഡിനാണ് ടാസ്ക്. മണ്ടന ഞാൻ. എൺപത് വുഡ്, 20 താച്ചല്ലേ? താച്ച് എത്ര കൂടി വേണം? താച്ച് കുറച്ചുകൂടി മതി. താച്ച് അവനെ വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിലുണ്ടാവുമോ? ഉള്ള ഫുള്ളാണ്. ഫൈബർ സെറ്റ് ചെയ്യണം. ഓരോന്നുണ്ടാന്ന് ഫൈബർ സെറ്റ് ഒന്നുകൂടി കളക്റ്റാക്കാലോ. അച്ചി നീ വേണം. ഞാൻ ട്രാപ്പ് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് ഒരു
ഞാൻ ഏതായാലും ഒരു കാര്യം ചെയ്യാം, 2 ട്രൈക്കിനെ കൊടുക്കും. ഒന്ന് ഇതിന് പിടിക്കാം, ഇന്ന് ലെവലിലുള്ള തപ്പി നോക്കാം. ഓക്കെ, സെറ്റ്. ലെവൽ എത്ര? ഒരു 5 വേണ്ടിയിരുന്നു. ഓ 8 ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മളെ സൂപ്പർ സൂപ്പർ നമ്മള് ബോയും എടുത്തില്ല. ബോ ഉണ്ടാക്കാൻ വുഡും ഫൈബറും ഇല്ല. വുഡ് പെട്ടെന്ന് കിട്ടും, ഫൈബർ പെട്ടെന്ന് കിട്ടും. വുഡും ഫൈബറും വുഡ് കഴിഞ്ഞു. വുഡ് എടുത്ത് ഇനി ഫൈബർ അല്ലേ. ഓക്കെ, ഓക്കെ. ഇതിൽ സ്റ്റോണാണ് ഇപ്പൊ ഉള്ളത്. നമുക്കത് മാറ്റിയിട്ട് ഇതെടുക്കാം. ഇവിടെ ട്രൈക്ക് എവിടെ? അതാണ്. അവ വന്നു, നമ്മളിവിടെ നിൽക്കുക. എന്നിട്ട് അവൻ ഇവിടെ എത്തുമ്പോ നമുക്ക് ഇത് കയറാം. വാ മോനെ വാ. അള്ളേ, അവ ചാർജ് ചെയ്തിരുന്നു. ദൈവമേ, ഞാൻ പാളിന്ന് കരുതി ഗൈസ്. ഇത് ഇവ അവിടുന്ന് വന്നേ. അയ്യേ, കള്ളക്കളിയല്ലേ ഗൈസ്? ആ സൂപ്പർ. ഇനി ബാഗ് എടുക്കണ്ടേ? നമ്മളെ ലൂസിനെ കൊന്നു കഴിച്ചു. നമ്മളെ ലൂസിനെ കൊന്നു. ഓ ഫക്ക് മാൻ. നമ്മളെ ആർമർ ഫുൾ പൊട്ടി ഗൈസ്, കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി. ഒരടി അടിച്ച് നമ്മൾ ഡെഡായി ഗൈസ്. എന്റെ ഇടയിൽ കൂടെ മറ്റവന്മാരും. നമ്മളെ ഉറക്കി.